കോസിക്ക് എത്തി ഗൈസ്. ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ്, എന്നാലും 5 പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്കിനി പോകേണ്ട സ്ഥലം മൈസൻ ട്രീബെഷ്ടാൾ. 12:56 വണ്ടി. ഇവിടെ ചില്ലറ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് സാധനം കിട്ടും. ഡ്രിങ്ക്സും ഉണ്ട്, മറ്റേ ചോക്ലേറ്റ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, 2 യൂറോ ഉണ്ടോ. അതാണ് നമുക്ക് പോകേണ്ട സ്ഥലം, മൈസൻ ട്രീബെഷ്ടാൾ. അതെ, അതുണ്ട്. അതില്ലാത്ത യാത്ര ഇനി എനിക്ക് ആലോചിക്കാനുള്ളൂ. എൻ്റെ കഷ്ടം, എൻ്റെ വിധി. അയ്യോ, അവിടെ തന്നെ നഴ്സറി ആണല്ലോ. റെയിൽവേ നഷ്ടത്തില്ല, അവർ പൂക്കളും സാധനങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കും. ഞങ്ങൾക്ക് 20 മിനിറ്റ് ടൈമുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ കണ്ട നഴ്സറിയിലേക്ക് നടക്കുകയാണ്. പൂക്കൾ വാങ്ങിക്കാനാ? ഇങ്ങനെ തന്നെ പഠിക്കുക. പൂക്കൾ വാങ്ങിക്കാനാണ് പോണത്, പക്ഷേ വാങ്ങിച്ചു കൊടുക്കില്ല ഗൈസ്. ശരി, പിങ്ക് ഉണ്ട്. പിങ്ക് ചെയ്യുന്നില്ല. ഇവിടെ മറ്റേ ചെടി നമ്മളെ വീട്ടുണ്ടാവാറില്ല, ചെറുത്. അത് ഡാലിയ. കടലാസ് പൂവ്, ബൊഗൈൻവില്ല. നമ്മുടെ കടലാസ് പൂവ് സീനിയ. അത് ഡാലിയല്ലേ? 4 യൂറോ ഉണ്ടോ? പൂവ് വാങ്ങിക്കാം, തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരാളെ കാണാനാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടല്ലോ, ഡബിൾ ഷെയ്ഡ്. നമുക്ക് അടുക്കളയിൽ താഴെ നടക്കണോടത്ത് വയ്ക്കാം. നല്ല കാറ്റുണ്ട് ഗൈസ്, കാറ്റിൻ്റെ തണുപ്പുമുണ്ട്. ചെട്ടുമല്ലി, നമ്മുടെ നാട്ടിലെ ചെട്ടുമല്ലി. 8 യൂറോ 80 യൂറോയാ? 80 സെന്റായിരിക്കും. 1 യൂറോൻ്റെ താഴെ. മണുണ്ടാ? മണുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ വാഴപ്പഴം വെച്ചാണ് നിറച്ച് പൂക്കളാണല്ലോ. പൂ സ്റ്റോർ മാത്രമുണ്ട്. ഒരു സൈലന്റ് സ്ഥലം. നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിലല്ലേ, നമ്മളവിടെ ശരിക്കും പൂക്കടയ്ക്ക് പോകണം ഇഷ്ടം. കൊണ്ടുപോകാൻ സൺഫ്ലവർ അറിയില്ല. നിശാഗന്ധിന്ന് കിട്ടണ്ടോ? രാത്രി നോക്കി ഇതാവുന്ന വലിയ റോസപ്പൂക്കൾ. Wide varieties of orchids. ഗൈസ്, ഞങ്ങളങ്ങനെ മൈസനിലെത്തി ഗൈസ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇത് ബാഷൻഡാവ് പോണ വണ്ടിയാണ്. യെസ്, ബാഷൻഡാവ് ഒരു ഹൈക്ക് സ്പോട്ടാണ്. നമ്മളടുത്ത ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. കുറേ കിളികൾ കരയുന്നു. കൊള്ളാം.
സ്മാർട്ട് സിറ്റി BB ഈ QR കോഡ് വെച്ച കാരണം കൊണ്ട് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. അമ്മമാർക്ക് ഇപ്പോഴാണ് അതൊക്കെ തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. അതെ, തട്ടുകടയല്ല, റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് വരെ സാധനം ഉണ്ട് QR കോഡ്. നമ്മളൊക്കെ എന്നെ സ്മാർട്ട് സിറ്റി ആണെന്ന് അറിയും. വില്ലേജിൽ വരെ സ്മാർട്ട് സിറ്റി എന്ന് പറയേണ്ട അവസ്ഥയാണ് നമ്മുടെ അവിടെ. അമ്മമാരൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. എന്താ കഴിച്ചാൽ അങ്ങനത്തൊക്കെ ആയിരിക്കും. കൊള്ളാം, നല്ലൊരു പള്ളി ഉണ്ടല്ലോ അതിന് തന്നെ. അരുവി വെള്ളം കുറവാണ്, വളരെ വളരെ കുറവാണ് വെള്ളം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്, വൃത്തിക്കുണ്ട്. എഴുത്താണോ വെറുതെ അത് ബുക്ക് ചെയ്തിടുന്നാണോ? ഓരോരോ പ്രാന്തന്മാർ വെറുതെ ഓരോന്ന് വരച്ചിടുന്നു. എന്നാൽ ഭംഗിയുള്ളവരും ചെയ്യുമോ? അത് ചെയ്യില്ല. ഇതാണ് ഇവരുടെ ഇടവക. ഫൊറോനയാന്ന് തോന്നുന്നുണ്ട്. ആ അല്ലല്ല, നമുക്ക് ബസ്സാണ്. ആരുമില്ലല്ലേ? ആരുമില്ല, വിജനമായ സ്ഥലം. കാം എന്നാണ് കേട്ടോ, ട്രാം എന്നാണ് കേട്ടോ. നന്നായിട്ടുണ്ടല്ലേ? ആ, ഒരു നൈസ് വ്യൂ ഉള്ള ഒരു സ്ഥലം. മലയ്ക്കുണ്ട് ബാക്കിൽ. ഹൈക്കിംഗ് സ്പോട്ടാണ്. മല കല്ല് വെച്ച് കെട്ടിയേക്കുന്നു. അതാ പറഞ്ഞത്, ഫുള്ള് മല ഇടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കല്ല് വെച്ച് കെട്ടിയതായിരിക്കും. ഏറ്റവും മുകളിലല്ലേ കുഞ്ഞൊരു പള്ളി, പഴയ പള്ളി. ആ, അങ്ങനത്തെ ഒരു മോഡൽ സാധനം. ഞങ്ങളുടെ ബസ് പോയി. ഇവിടെയും ശാന്തം. ആൾക്കാരാ നേരെ പോണത്. അതങ്ങനെ മുകളിൽ വീടൊക്കെ ഉണ്ടോ? മുകളിൽ വീടുകളുണ്ട്. അങ്ങനെ കയറി 15 ഹൈറ്റിലേക്ക് ഇങ്ങനെ നടന്ന് കയറി പോവാം. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, നല്ല റേറ്റ് ആയിരിക്കും. ആ ശരി, എനിക്ക് തോന്നുന്നിട്ട് വീടാണ്. ഇവിടെ മാർക്കറ്റിൽ പോണ 11 മിനിറ്റാ. മാർക്കറ്റിക്ക് 11 മിനിറ്റാ ട്രാവൽ ചെയ്യണ്ട. ചേട്ടനെ കിട്ടില്ല, പുള്ളിയുടെ മുഖം അത്ര ശരിയല്ല, കലിപ്പാണ്. ആ, ഈ പള്ളി നമ്മളവിടെ തോടിൻ്റെ അവിടെ നിന്ന് കണ്ടത്. ചെറിയ ബ്ലോസം.